വാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. എന്താ ഈ കാണിക്കുന്നത്? ഇതെല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. ഇങ്ങോട്ട് താ മനുഷ്യ. വേണ്ട 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 വേണ്ട, ഞാൻ ചെയ്തോളാം. എന്റെ മിങ്കു ജീവിതത്തിൽ ഭാര്യക്കും ഭർത്താവിനും തുല്യ പ്രാധാന്യമാണ്. എന്റെ മിങ്കു, നിന്റെ ജോലി എന്റെയും ജോലിയാണ്. നിന്റെ വിഷമങ്ങൾ എന്റെയും വിഷമങ്ങളാണ്. എന്റെ മാല നിങ്ങളുടെയും മാലയാണ്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? പട്ടിയുടെ ചാട്ടം കണ്ടറിഞ്ഞൂടെ എല്ലും കഷ്ണത്തിന് വേണ്ടിയാന്ന്. എടി, ഈ ഒരു മാല മാത്രം മതി. ഈ ഒരു മാല മാത്രമേ ഉള്ളൂ ഇനി. ബാക്കിയെല്ലാം നിങ്ങൾ കൊണ്ട് തൊലച്ചില്ലേ? എടി, കാശിന് അത്യാവശ്യം ഉണ്ടായിട്ടല്ലേ? കാശിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വല്ല പണിക്കാൻ പോ. എടി, ഞാൻ പോകാണ്ടാണ്, എനിക്ക് കിട്ടാണ്ടല്ലേ. എടി, നിനക്കറിയോ, തൊഴിലില്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം. ഈ തൊഴിലില്ലായ്മയുടെ പ്രധാന കാരണം എന്താന്ന് നിനക്കറിയോ? ജനപ്പെരുപ്പം. ഓഹോ, ഈ ജനപ്പെരുപ്പത്തിന്റെ പ്രധാന കാരണം എന്താണെന്നറിയോ? ഇല്ല. തൊഴിലില്ലായ്മ. ആഹാ, അപ്പൊ നീ മാല തരില്ല? ഞാൻ തരില്ല 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 പോലും. രാവും പകലും ഇവളുടെ വായി നീ ഒരൊറ്റ വാക്കേ വരത്തുള്ളോ? എന്താണ് രാവിലെ മുതൽ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നീ 2 ദിവസം എവിടെ ഇരുന്നു? ഒന്നും പറയണ്ട. എന്നാ പറയണ്ട പോ. ഞാൻ പറയുന്നു, എടാ നമ്മുടെ ആറന്മുള വള്ളസദ്യയില്ലേ, അതിന്റെ പാചക കൊട്ടേഷൻ ഇത്തവണ എനിക്കായിരുന്നു. ആ, നീയാണുണ്ടാക്കിയെങ്കിൽ ഇത് വള്ളസദ്യ അല്ല, കള്ളസദ്യ ആയിരിക്കും. എടാ, നിനക്ക് നാണമില്ലടാ ഈ നാട്ടുകാരെ പറ്റി ജീവിക്കാൻ? ഏതായാലും നിന്നെ പോലെ ഭാര്യയെ പറ്റിച്ചല്ലല്ലോ ജീവിക്കുന്നത്. എടാ, ഭാര്യയുടെ സ്വർണ്ണം പണയം, അന്തസ്. പിന്നെ ഭാര്യയുടെ സ്വർണം പറ്റി ജീവിക്കുന്നതല്ലേ അന്തസ്. എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, നീ ഒരു ചായക്ക് പറ. എടേ, ഒരു ചായ. ചായക്ക് പറഞ്ഞപ്പോ നിന്റെ തള്ളക്ക് പറഞ്ഞല്ല, എന്താണ് പ്രശ്നം? എടാ, ഞാൻ ആ ജോസിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിച്ചിരുന്നു. ഏത്? ആ കാട്ടാളൻ ജോസാ? ഇന്നാ കാശ് അരിച്ചു കൊടുത്തില്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലും. എടാ, നീ എന്തിനാണ് ഈ കണ്ട ഗുണ്ടകളുടെ ഇതൊക്കെ കാശ് മേടിക്കാൻ പോണത്? പിന്നെ കാശിന് ഞാൻ എന്ത് ചെയ്യും? നീ പോയി തെണ്ട്. അമ്മാ വല്ലതും തരണേ.